പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 99ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ ഇടയിൽ ദൈവനെ സൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ജീവൻ ഫിലിപ്പ് വർഗീസ് ആണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ അമേരിക്കയിലുള്ള ഫിലഡൽഫിയ എന്ന സ്ഥലത്തു നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. ഫിലഡൽഫിയയിലുള്ള പെന്തക്കോസ്റ്റ് ചർച്ച് ഫിലഡൽഫിയ എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ അംഗം. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. ഈ 99th ഓൺലൈൻ ഫെലോഷിപ്പ്, ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഫെലോഷിപ്പ് അഥവാ അതിരുകളില്ലാത്ത ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മ എന്ന ഈ പ്രാർത്ഥനാ കൂട്ടത്തെ കർത്താവിത്രത്തോളം അവിടുന്ന് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് നിയോഗിച്ചാക്കിയ പ്രിയ കർത്താവിന്റെ ദാസി സിസ്റ്റർ സിജി ഡെന്നിസ്, അതുപോലെ പ്രിയപ്പെട്ട ബ്രദർ ഡെന്നിസ്, അവരുടെ മകൻ ഡിനോൾഡ്, പ്രിയ മാതാവ് ഗ്രേസി, ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന കൂടിവരവിന് ദൈവം അവരെ വിവിധ സ്ഥാനങ്ങളിൽ അനേകരെ ഉണർത്തുവാൻ തക്കവണ്ണം ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂടിവരവിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ഒരു മഹായോഗം നടത്തുവാനൊക്കെ ദൈവം അവരെ ഉപയോഗിച്ചുവല്ലോ. നമുക്ക് ഒരുമിച്ച് വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാനിടയായി തീരട്ടെ. വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ ജോസ് പൂമല ഫാമിലി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായിട്ട് പാടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. അനവധിയായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ നാമത്തിനായിട്ട് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുമ്പായിട്ട് പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസൻ ജോൺസിന് വേണ്ടി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഫിലദൽഫിയ എന്ന പ്രദേശത്തായിരിക്കുന്നു. കുറെ വർഷങ്ങളായിട്ട് എൻ്റെ ഭാര്യ ബ്ലസ്സി, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 2 ആൺകുഞ്ഞുങ്ങളും ഒരു മോളും ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായ സുവിശേഷത്തിനു വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വായ് തുറന്ന് ദൈവത്തിന്റെ വചനം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇന്ന് ഈ സമയത്ത് വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് കർത്താവിന്റെ വചനം ശ്രവിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കും ദൈവമക്കളെ, നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാനിടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം. ഇന്നത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു ഭാഗം വായിപ്പാനായിട്ട് ഇടയായി തരട്ടെ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 32-ാം അധ്യായം 23 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 23 മുതൽ അതിന്റെ 28 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ വായിക്കാം. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കുകയും യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. നിന്റെ പേർ എന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. നമുക്ക് ദൈവസ്ഥല അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ഓൺലൈൻ കൂട്ടായ്മയിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അവിടുത്തെ മക്കളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് എത്ര നല്ലവനാണ്. ഈ സമയത്ത് ഞങ്ങളോട് അവിടുത്തെ വചനത്തിൽ കൂടി സംസാരിപ്പാൻ തക്കവണ്ണം, ഞങ്ങളുടെ ആത്മാവിനെ ധൈര്യപ്പെടുത്തുവാൻ, അവിടുത്തെ വേലയ്ക്ക് വേണ്ടി, അവിടുത്തെ നാമത്തിനു വേണ്ടി, അവിടുത്തെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഉറപ്പോടെ നിൽക്കുവാൻ തക്കവണ്ണം, അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് മീതെ ഉയർന്നു നിൽക്കുവാൻ, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു.
വചനം അങ്ങയുടേതാണ്. ഞങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കണമേ. അവിടുത്തെ ഹൃദ്യമായ ശബ്ദം കേട്ട് ബലപ്പെടുവാൻ എല്ലാവരും ഇടയാക്കണം. ആരും ഇതിൽ കടന്നു വന്നതുപോലെ മടങ്ങി പോകുവാൻ ദൈവം അനുവദിക്കരുത്. ദൈവാത്മാവിന്റെ ശക്തി ഇതിൽ കൂടി വ്യാപരിച്ചുകൊണ്ടിരിക്കണം. ആയിരിക്കുന്ന ഇടങ്ങൾ ദൈവ സാന്നിധ്യവും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ജനത്തെ സഹായിച്ചാട്ട് പ്രാർത്ഥന അടിക്കാൻ സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ഏവർക്കും വളരെ സുപരിതമായ ഭാഗമാണ് നാം വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ യാക്കോബിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് നാം ഒത്തിരി തവണ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇവിടെ നാം വായിച്ചു, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. യാക്കോബ് തന്റെ സ്വദേശത്തേക്ക് മടങ്ങി വരികയാണ്. ദൈവിക വാഗ്ദത്തം പ്രാപിച്ച യാക്കോബ് തന്റെ ജ്യേഷ്ഠന് വരേണ്ടിയ അനുഗ്രഹങ്ങൾ തന്റെ അമ്മയുടെ സഹായത്തോടെ പിതാവിൽ നിന്ന് വാങ്ങിച്ച് ദീർഘനാളുകൾ അവിടെ നിന്ന് വാഗ്ദത്തം പ്രാപിച്ച നിമിത്തം സ്വദേശത്ത് നിന്ന് മാറിപ്പോകേണ്ടി വന്ന യാക്കോബ് ദൈവത്തിന്റെ ഇടപെടൽ അനുസരിച്ച് മടങ്ങി വരികയാണ്. ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ഈ യാത്രാ മധ്യേ ആദ്യമായിട്ട് തന്റെ പുറകെ ലാബാൻ കടന്നു വന്ന്, എന്നാൽ ലാബാന്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കുന്നു. ദൈവത്തിന്റെ ഒരു ഇടപെടൽ ലാബാനോട് ഉണ്ടാകുകയാണ്. അതിനുശേഷം അടുത്ത ഒരു ചലഞ്ചിന് വേണ്ടി താൻ ഒരുങ്ങിയാണ്. അത് തന്റെ മൂത്ത സഹോദരനായ ഏശാവിനെ എതിരിടുവാനുള്ള അനുഭവം. അത് തന്റെ ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടാക്കുവാനിടയായി തീർന്നു. നാം വായിക്കുമ്പോൾ അതിന്റെ 6-ാം വാക്യം, 32-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ വന്ന് ഏശാവിന്റെ വർത്താനം അറിയിക്കുകയാണ്. ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. അതിനുശേഷം യാക്കോബോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അതിന്റെ 8-ാം വാക്യം മുതൽ കാണുന്നു. പിന്നീട് യാക്കോബ് പ്രാർത്ഥിച്ചു പറയുകയാണ്: എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവമായുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ച സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്ര. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്ന് ഇപ്പോഴോ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഈ യോർദാൻ കടക്കുവാൻ ഒരു വടിയോടുകൂടെ താൻ കടന്നുപോയി, എന്നാൽ ഇപ്പോൾ 2 കൂട്ടമായി തീർന്നിരിക്കുകയാണ്. അവിടെ തന്റെ സഹോദരനായ ഏശാവിനെ നേരിടേണ്ട അനുഭവങ്ങൾ, അനേക വർഷങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്നും ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹം തന്ത്രപൂർവം തന്റെ മാതാവിന്റെ സഹായത്തോടെ താൻ പ്രാപിപ്പാനിടയായി തീർന്നു. ഉബായി എന്ന പേര് ഉപായ രൂപേണ അതിൽ നിന്ന് തന്റെ വാഗ്ദത്തം പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഇവിടെ താൻ പ്രാപിച്ച വാഗ്ദത്തം ഇന്ന് തനിക്കൊരു ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. നല്ല വാഗ്ദത്തം ഉണ്ടെന്നുള്ളത് ശരി തന്നെ. എന്നാൽ താൻ പ്രാപിച്ച വാഗ്ദത്തം, താൻ നേടിയെടുത്ത വാഗ്ദത്തം, മനുഷ്യനോട് മല്ല് പിടിച്ച് നേടിയെടുത്ത വാഗ്ദത്തം തന്റെ മുമ്പിൽ ഇന്ന് തന്റെ ജീവന് ഭീഷണിയായിരിക്കുകയാണ്. തന്റെ ജീവന് മാത്രമല്ല, താൻ കഴിഞ്ഞ ചില വർഷങ്ങളായി കഷ്ടപ്പെട്ട് നേടിയെടുത്ത സകല കാര്യങ്ങൾക്കും ഒരു ഭീഷണിയായിട്ട് തീർന്നിരിക്കുകയാണ്. ഇവിടെ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, വാഗ്ദത്തങ്ങളെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നാൽ മാനുഷികമായി താൻ ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. തനിക്ക് ദൈവം നൽകിയ നന്മകളിൽ ഒരു പങ്ക് ഏശാവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി, തന്റെ ഏശാവിന്റെ മനസ്സൊന്ന് തണുക്കുവാൻ തക്കവണ്ണം താൻ അവിടെ കൊടുക്കുകയാണ്. അവിടെ അതിന്റെ ആ അധ്യായം തന്നെ അതിന്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: അതാ നിന്റെ അടിയൻ യാക്കോബ് പിന്നാലെ വരുന്നുവെന്നും പറവീൻ എന്ന് അവൻ തനിക്ക് മുമ്പായിട്ട് അയക്കുന്ന കൂട്ടത്തോട് കൽപ്പിക്കുകയാണ്. എനിക്ക് മുമ്പായി പോകുന്ന സമ്മാനം കൊണ്ട് അവനെ ശാന്തമാക്കിയിട്ട് പിന്നെ ഞാൻ അവന്റെ മുഖം കണ്ടുകൊള്ളാം, പക്ഷേ അവന് എന്നോട് ദയ തോന്നുമായിരിക്കുമെന്ന് പറഞ്ഞു. താൻ ചില സമ്മാനങ്ങളൊക്കെ അവിടെ ഏശാവിന് അയച്ചു കൊടുക്കുകയാണ്. ഈ സമ്മാനങ്ങൾ കണ്ടിട്ട് യാക്കോബിനോട് ദയ തോന്നുമെന്ന്, ഏശാവിന് ദയ തോന്നുമെന്ന് യാക്കോബ് വിചാരിക്കുകയാണ്. അങ്ങനെ താൻ 2 കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ട്, തനിക്കുള്ള എല്ലാത്തിനെയും 2 കൂട്ടങ്ങളായിട്ട് തിരിച്ചിട്ട് അവരെയൊക്കെ അക്കരെ കടത്തിയ ശേഷം, നദിയുടെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിപ്പാനിടയായി തീർന്നു. അവിടെ ഒരു പ്രത്യേക ദൈവിക ഇടപെടൽ തനിക്ക് വേണ്ടി ഉണ്ടാകുകയാണ്. ദൈവം വാഗ്ദത്തം നൽകിയ വ്യക്തിയാണ്. പിതാക്കന്മാരുടെ വാഗ്ദത്തം തലമുറകളുടെ മേൽ പകർന്നു നൽകി. അങ്ങനെ യാക്കോബിനെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങൾ അത്
അതേപോലെ തന്നെ യാക്കോബിന്റെ മേൽ വരുവാനായിട്ടിടയായി തീർന്നു. ആ വാക്തത്വവുമായിട്ട്, ദൈവിക വാക്തത്വങ്ങളുമായിട്ട് കടന്നു പോകുന്ന യാക്കോബ് ഇവിടെ മാനസികമായ നിലയിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി സഹോദരനെ സമാധാനിപ്പാനും സഹോദരന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാക്കിയിട്ട് ദയ പ്രാപിപ്പാനുമായിട്ടൊക്കെ ശ്രമിച്ചു പോകുന്ന യാക്കോബിന് വേണ്ടി താൻ അറിയാത്ത മേഖലയുള്ള പോരാട്ടത്തെ അതിന്മേൽ ഒരു ദൈവിക ഇടപെടിയിൽ അയക്കുകയാണ്. താൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ, പ്രിയ ദൈവത്തിലെ ജീവിതത്തിന്റെ പ്രത്യേക മണ്ഡലങ്ങൾ നമുക്ക് ഒത്തിരി ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കാണാം. പല സന്തോഷ സമയങ്ങളിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി നന്മകളൊക്കെ കാണാം. എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ ദൈവം ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി, ഇതൊന്നും നമുക്കൊരു ഇതിനേക്കാളൊക്കെ അപ്പുറമായി എന്തൊക്കെയോ വേണമെന്ന് അകത്തൊരു വിശപ്പിട്ടിട്ട് ദൈവം ചിലപ്പോൾ നമ്മെ ഒറ്റയ്ക്ക് മാറ്റിക്കൊണ്ടുപോയി നമ്മോട് സംസാരിപ്പാൻ, ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയുവാനിടയായി തീരണം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ മരുഭൂമിയിലേക്ക് അവളെ വശീകരിച്ചു കൊണ്ടുപോയി അവളോട് ഹൃദ്യമായിട്ട് ഇടപെടും. അങ്ങനെ ജീവിതത്തിന്റെ മരുഭൂമികളിലേക്ക് പലപ്പോഴും നമ്മെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. ഒരുപക്ഷെ നാം ഒറ്റയ്ക്ക് പോയില്ലെങ്കിലും സാഹചര്യങ്ങൾ നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. അങ്ങനെ ഒറ്റയ്ക്കുള്ള മേഖലകളിൽ നാം ആയിരിക്കുമ്പോൾ പ്രത്യേകമായ ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക കരുതലും ദൈവിക പദ്ധതിയുമുള്ളവരെ ഒറ്റയ്ക്കുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയണം, ദൈവത്തിന് വ്യക്തിപരമായി എന്തോ സംസാരിക്കാനുണ്ട്. നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് നമുക്ക് ക്രമീകരിക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവിന് പ്രത്യേകമായിട്ട് ഇടപെടുവാനുണ്ടെന്നുള്ളത് നാം തിരിച്ചറിയുവാനിടയാകണം. ഒരുപക്ഷെ നാം അനേകരോട് ആ സമയത്ത് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചേക്കാം. പ്രാർത്ഥനയിൽ കൂടി അനേകരോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറയാനൊക്കെ നമുക്ക് തോന്നുമായിരിക്കാം. എന്നാൽ ആരും അവൈലബിൾ അല്ലാത്തതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. ആ സമയത്ത് ദൈവത്തിന് വ്യക്തിപരമായി നമ്മോട് ഇടപെടുവാനുണ്ടെന്നുള്ളത് തിരിച്ചറിയുവാനിടയാകണം. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ജീവിതത്തിന്റെ പ്രതിസന്ധി മണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ, എന്റെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു, എനിക്ക് നന്മയുണ്ടായിരുന്നപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു, എന്നാൽ ഞാൻ ആയിരിക്കുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരു വ്യക്തി പോലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനോ എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുവാനോ ഇല്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട, ഹല്ലേലൂയ, കഴിഞ്ഞ പകൽക്കാലവും പ്രാർത്ഥിച്ചിട്ട് വളരെ ഭാരത്തോടെ ഈ മീറ്റിംഗിലായിരിക്കുന്നതോടെ ദൈവത്തിന്റെ ആത്മ ഇടപെടുകയാണ്. നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം ഒരുപക്ഷെ അനേകരുടെ മണ്ഡലങ്ങൾ നിങ്ങളെ മാറ്റിയിട്ട് ഒരു പ്രത്യേക വേർതിരിവിൽ നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, മാനസികമായ നീക്കങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രത്യേക ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നുള്ള തിരിച്ചറിയുവാനിടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നാം കാണുന്ന കാര്യമുണ്ട്. അവിടെ യാക്കോബ് അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഗോളം അവനോട് മല്ലു പിടിച്ചു. ഹല്ലേലൂയ. ഇവിടെ മല്ലു പിടിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത്, അതായത് ഹോശേയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു രീതിയിൽ അവിടെ പ്രവാചകൻ അതിനെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹോശേയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു, തന്റെ പുരുഷ പ്രായത്തിൽ ദൈവത്തോട് പൊരുതി, അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു, അവൻ ബേഥേലിൽ വെച്ച് അവനെ കണ്ടെത്തി, അവിടെ വെച്ച് അവൻ നമ്മോട് സംസാരിച്ചു. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം, അതുകൊണ്ട് നീ എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. ദയയും ന്യായം പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കാണുന്നു ദൂതനോട് മല്ലു പിടിച്ചു എന്ന് കാണുമ്പോൾ പ്രാർത്ഥനയിൽ അവൻ കരഞ്ഞപേക്ഷിച്ചു എന്ന് പറയുന്നു. അവൻ കരഞ്ഞുകൊണ്ട് അവനോട് അപേക്ഷിച്ചു. കരച്ചിലുകൊണ്ട് ജയിക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. കരച്ചിൽ, അതുകൊണ്ടുള്ള യുദ്ധം, കണ്ണുനീരുകൊണ്ടുള്ള യുദ്ധം, കണ്ണുനീരുകൊണ്ടുള്ള യുദ്ധം, പ്രാർത്ഥന കൊണ്ടുള്ള യുദ്ധം. ദൈവത്തിന്റെ പേരിൽ നിനക്ക് ഒത്തിരി കഴിവ് കാണുമായിരിക്കും, നിനക്ക് ഒത്തിരി ടാലന്റ് കാണും, നല്ല പ്രൊഫഷൻ കാണും, നല്ല എഡ്യൂക്കേഷൻ കാണും, ഒരുപക്ഷെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാണും. ചിലപ്പോൾ ഇതൊന്നും കാണത്തില്ല. ഇതൊന്നുമില്ലെങ്കിലും നിനക്ക് ജയിക്കാനുള്ള യുദ്ധം വ്യത്യസ്തമാണ്. പ്രാർത്ഥനയാണ് നിന്റെ ആയുധം, കണ്ണുനീരാണ് നിന്റെ ആയുധം. നാം എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ദൈവം കണ്ണുനീരിനെ മറികടക്കുന്ന ദൈവമല്ല. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം, തകർന്ന ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവം. ഓ ഹല്ലേലൂയ. ആരും കാണാതെ വണ്ണം നാം വിടുന്ന ദീർഘനിശ്വാസങ്ങൾ, നമ്മുടെ ഉള്ളിലെ ഭാരങ്ങൾ നിമിത്തം നാം വിടുന്ന ദീർഘനിശ്വാസങ്ങളെ പോലും ഹല്ലേലൂയ പ്രത്യേകമായിട്ട് എണ്ണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു, സാമാന്യ ജനം
ഒരു ശ്വാസം മാത്രമേ ആകുന്നുള്ളൂ. തുലാസിൽ വെച്ചാൽ ഹാലലൂയ ഒരു വലിയ കൂട്ടം നമുക്കെതിരെ നിൽക്കുമ്പോൾ അവരൊരു ഭാഗത്ത് നിന്നാലും ആ ത്രാസിന്റെ മറ്റേ ഭാഗത്ത് നമ്മുടെ ദീർഘ ശ്വാസം, നാം ഭാഗത്തോടെ നിൽക്കുന്ന ദീർഘ ശ്വാസം വെച്ചാലും ദൈവം അതിന് വില കൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ എതിരായിട്ട് ഒരു വലിയ സമൂഹം തിരിഞ്ഞു നിന്നോട്ടെ, നമുക്കെതിരെ വലിയൊരു ശക്തി എഴുന്നേറ്റ് വന്നോട്ടെ, നിന്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നീ വേദനയോടെ ഹൃദയത്തിലിടുന്ന നെടുവീർപ്പ് പോലും ദൈവത്തിന്റെ മുമ്പിൽ വിലയേറിയതാണ്. അതിനുവേണ്ടി ദൈവം ഉത്തരമരുളുവെന്നുള്ള കാര്യം ഇന്ന് വൽക്കാലം മറന്നു പോകുവാനിടയാകരുത്. ഹാലലൂയ, ഹാലലൂയ. ഇവിടെ പറയുന്നു കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഗോളം അവനോട് മല്ല് പിടിച്ചു. അതായത് ഒരു പുരുഷനോട് കരഞ്ഞുകൊണ്ട് മല്ല് പിടിക്കുകയാണ്. ദൂതനോട് കരഞ്ഞ് മല്ല് പിടിക്കുകയാണ്. ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ഇങ്ങനത്തെ അനുഭവങ്ങൾ കൂടി കടന്നുപോയ വ്യക്തികൾ തന്നെ കേൾക്കുന്നുണ്ട്. ഹാലലൂയ. കരഞ്ഞു മല്ല് പിടിക്കുന്നവനോട് ജയിക്കയില്ല എന്ന് കണ്ട ദൂതൻ എന്ത് ചെയ്തെന്നറിയാമോ? യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കുകയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. ഹാലലൂയ. ഈ കരഞ്ഞപേക്ഷിക്കുമ്പോൾ ശാരീരികമായ ചില ഹാലലൂയ സൈൻസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടായി. തുടയുടെ തടം ഉളുക്കിപ്പോകുവാനായിട്ടിടയായി തീർന്നു. പ്രാർത്ഥനയ്ക്ക് വില കൊടുത്ത പ്രാർത്ഥനയാണ്. ഹാലലൂയ. മാനുഷികമായിട്ട് ജഡത്തിൽ ചില നഷ്ടങ്ങൾ വന്നാലും നീ ചെയ്യുന്ന യുദ്ധത്തിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് അതിന്മേൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അത് ഇന്നും ഒരു അടയാളമായിട്ടിരിക്കുകയാണ്. തുടയുടെ തടം അത് ഉളുക്കിപ്പോയതുകൊണ്ട്. അതിന് 32-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുകൊണ്ട്. ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നുമാറില്ല. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന നഷ്ടം, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീ കൊടുക്കുന്ന വില, അത് ഒരിക്കലും മറന്നുപോകാതെ വണ്ണം തലമുറയായിട്ട് അതൊരു അടയാളമായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമ്മെ മാനിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നാം മറന്നു പോകരുത്. ഇവിടെ പറയുന്നു, നീ മനുഷ്യരോടും ദൈവത്തോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല. നിന്റെ പേരെന്താണെന്ന് അവിടെ ചോദിക്കുന്നു. എന്താണ് നിന്റെ പേർ? യാക്കോബ് അഥവാ ഉബായി എന്നാകുന്നു എന്റെ പേരെന്ന് അവിടെ തുറന്ന് സമ്മതിക്കുകയാണ്. ഹാലലൂയ. നിനക്ക് വാഗ്ദത്തം നൽകുന്നത് ഞാനാണ്. മാനുഷികമായ നിലവാരങ്ങളിൽ നീ ഒത്തിരി മനുഷ്യനോട് മല്ല് പിടിച്ച് നീ ജയിച്ച ഒത്തിരി മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ആത്മമണ്ഡലത്തിൽ ഹാലലൂയ നിലനിൽക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി മനുഷ്യനോടുടെ മല്ലുവിളിയേക്കാൾ അപ്പുറമായിട്ട് ഒരു തലം കൂടെ നീ കിടക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനാ റൂമിൽ നീ കരയുന്ന ഇടത്ത് ഹാലലൂയ എന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. അവിടുന്ന് എഴുന്നേറ്റ് പോകാതെ ഉഷസാഗോളം പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം, കണ്ണുനീരിന്റെ യുദ്ധം നീ ചെയ്യുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിക്കുമെങ്കിൽ റാബാന ധരബ ശാന്തരബ ഹാലലൂയ. കേവലം ഹാലലൂയ നിന്റെ മാതാപിതാക്കൾ ഇട്ട ഉബായി എന്ന അർത്ഥം വരുന്ന യാക്കോബ് എന്ന പേരിനേക്കാൾ സ്വർഗം ദൈവം നിനക്കൊരു പേര് വെച്ചിട്ടുണ്ട്. നിന്റെ പേരിനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാകും. അത് ദൈവത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടുവാനിടയായിത്തീരും. കണ്ണുനീരുകൊണ്ട് പേര് മാറ്റിയവൻ, ഹാലലൂയ പ്രാർത്ഥനയിൽ കൂടി പൊരുതി പേര് മാറ്റിയവൻ നമുക്ക് ദൃഷ്ടാന്തമായി നിൽക്കുമ്പോൾ റാബാന ഹസ്തന ദുരാബ ശാന്തരാബ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ ജീവിതത്തിൽ ലോകം നൽകി ഒത്തിരി പേര് കാണാം, അപമാനത്തിന്റെ പേര് കാണാം, ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തി നിമിത്തം നമുക്കിട്ട വിളിപ്പേരുകൾ കാണാം. എന്നാൽ അതിനെയെല്ലാം മാറ്റുവാൻ കഴിവുള്ള ഒരു എൻകൗണ്ടർ, ഒരു ഇടപെടിയിൽ സ്വർഗത്തിൽ നിറങ്ങുമ്പോൾ നമ്മുടെ അവസ്ഥ മാറുവാനിടയാകും. ഹാലലൂയ. ഒരു കൂട്ടമായി തീരുവാന്റെ കാരണം മാനുഷികമായി വളർന്നാലും ദൈവമാക്കുന്ന ഒരു ആത്മീയ കൂട്ടമായി മാറ്റി തീർക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മണ്ഡലം കടക്കുവാന്റെ കാരണം നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹാലലൂയ ദൈവീയ വാഗ്ദത്തങ്ങളുടെ കലവറകൾ തുറന്നു വരുവാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ഹാലലൂയ, 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 ഹാലലൂയ. പ്രാർത്ഥിക്കുന്നവൻ ഹാലലൂയ ലോകത്തിന് മുമ്പിൽ മറഞ്ഞിരുന്നവൻ പ്രാർത്ഥിക്കുമെങ്കിലും അവനു വേണ്ടി ദൈവിക ഇടപെടിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ പെട്ടെന്ന് തിരശ്ശീലയ്ക്ക് പുറകിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ മാനിക്കപ്പെട്ടില്ല എങ്കിലും ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണെന്ന് നാം തിരിച്ചറിയുവാനിടയാകണം. നമ്മുടെ പാട്ടപ്പെട്ടവനായ കർത്താവ് തന്റെ ശിഷ്യവൃന്ദങ്ങളുമായിട്ട് ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർ തന്റെ അടുക്കൽ കടന്നു വന്ന് പറയുകയാണ്, ഹാലലൂയ ഗുരു, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അവർ കണ്ടിട്ടുണ്ട് അവരുടെ ഗുരു പല സമയങ്ങളിലും മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നത്, വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഹാലലൂയ ഇതെന്തോ പ്രത്യേകതയുള്ളൊരു കാര്യമാണെന്ന് അവർക്ക് തിരിച്ചറിയുവാനിടയായി തീർന്നു. അവർ
കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവെ എങ്ങനെ ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്നും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കണമെന്നും ഒന്നും അവർക്ക് പറയുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. അവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി. ഞങ്ങളുടെ ഗുരു പ്രാർത്ഥിക്കുന്നു, ഇത് പ്രാർത്ഥന ഒരു വലിയ കാര്യമാണ്, ഇത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, ഇതൊന്ന് പഠിക്കുവാൻ തക്കവണ്ണം അവർ ആഗ്രഹിപ്പാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ പൈതലെ, മറ്റൊന്നും നിനക്ക് അറിയത്തില്ലെങ്കിലും, മറ്റൊരു കഴിവുകൾ ഇല്ല എന്ന് നീ ചിന്തിക്കുന്നുവെങ്കിലും, ആരും അറിയാതെ പ്രാർത്ഥന റൂമിൽ മുഴങ്കാലിരുന്ന് ദൈവത്തോട് സംസാരിക്കാൻ ഹല്ലേലൂയ ഒരു ആക്സസ് ഉണ്ടോ? അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയാതെ വേണം ആ കൃപാസനത്തിലേക്ക് പ്രാർത്ഥനയോടെ ഒന്ന് കടന്നു ചെല്ലുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. നാം പ്രാരംഭമായിട്ട് പറഞ്ഞ വാക്യം എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വിവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്നു, അതിന്റെ 18-ാം വാക്യം, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിലെ പോരാട്ടം, സകല പ്രാർത്ഥനയാലും യാചനയാലും. ചില സമയങ്ങളിൽ നാം യാചിച്ച് പ്രാർത്ഥിക്കേണ്ട സമയങ്ങൾ കടന്നു വരുന്നുണ്ട്. ആത്മാവിൽ ഞരക്കങ്ങളായി തീരേണ്ട സമയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടെന്ന് നാം അറിയുന്നില്ല, എന്നാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ആത്മാവിലെ പ്രാർത്ഥന അന്ധകാര ശക്തികളുടെ മണ്ഡലങ്ങളെ തകർക്കുന്നതാണെന്നുള്ളത് നാം തിരിച്ചറിയുവാനിടയാകണം. ഹല്ലേലൂയ. ഒരിക്കൽ അമേരിക്കൻ സൈന്യവും ജപ്പാനും തമ്മിലുള്ള ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് ജാപ്പനീസ് സൈന്യം വല്ലാതെ ജയിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി പഠിച്ചപ്പോൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ജാപ്പനീസ് പട്ടാളക്കാർക്ക് പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് അമേരിക്കൻ സേന സംസാരിക്കുന്ന ഭാഷ അവർ മനസ്സിലാക്കിയെടുക്കുകയാണ്. അത് അമേരിക്കൻ സൈന്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമല്ലോ എന്ന് അവർ ചിന്തിച്ച് അവർ ഇവിടുത്തെ ഒരു ഗോത്രഭാഷയായ നാവഹോ എന്ന ഭാഷ അത് പട്ടാളക്കാരെ പഠിപ്പിക്കാനിടയായിത്തീർന്നു. എന്നിട്ട് അതിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനിടയായിത്തീർന്നപ്പോൾ ജാപ്പനീസിന് അത് മനസ്സിലാക്കുവാൻ പ്രയാസമായി തോന്നി. യുദ്ധമുറകൾ അവർക്ക് മനസ്സിലാകാതെ വന്നപ്പോഴത്തേക്ക് അമേരിക്കൻ സൈന്യം ജയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ പൈതൽ ഞാൻ ഇത് പറഞ്ഞതിന്റെ പശ്ചാത്തലം, ഹല്ലേലൂയ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ മറ്റേത് ഭാഷയിലോ ഹിന്ദിയിലോ ഒക്കെ പ്രാർത്ഥിപ്പാൻ കഴിയുമായിരിക്കും. എന്നാൽ പൈശാചിക മേഖലകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സ്വർഗീയ ഭാഷയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സമയങ്ങൾ പ്രാർത്ഥനാ റൂമിൽ ഇരിക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വേണം അന്ധകാര ശക്തികൾ ഹല്ലേലൂയ കൺഫ്യൂസ്ഡ് ആകുവാനിടയായിത്തീരും. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ആരൊക്കെയോ വലിയ യുദ്ധം മുന്നണിയിൽ നിൽക്കുകയാണ്, ആത്മീയമായി വലിയ പോരിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ തലമുറകളുടെ വിഷയത്തെ ചൊല്ലിയാകാം, ഭാവിയെ ചൊല്ലിയാകാം, കുടുംബത്തിന്റെ അടുത്ത സ്റ്റെപ്പുകളെ ചൊല്ലിയാക്കാം, ശുശ്രൂഷകളിലുള്ള അടുത്ത സ്റ്റെപ്പുകളെ ചൊല്ലി വ്യാകുലപ്പെടുന്ന മേഖലകൾ കാണാം. എന്നാൽ ഹല്ലേലൂയ, ആത്മാവിനൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങാമോ? ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തക്കണം പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടി പ്രാർത്ഥിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? തലങ്ങൾ മാറുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ വിഷയത്തിലേക്ക് ഞാൻ ഒന്ന് മടങ്ങി വന്നുകൊള്ളട്ടെ. എന്തിനാണ് കണ്ണുനീർ? ഞാൻ ഇപ്രകാരം ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, ഒരു പുസ്തകത്തിൽ എവിടെയോ വായിച്ചിട്ടുണ്ട്. കണ്ണുകളിൽ കണ്ണുനീർ നൽകിയിട്ടുള്ളത് ഹൃദയത്തിൽ മഴവില്ലു വിരിക്കാനാണ്. നമ്മുടെ കണ്ണുകളിൽ കണ്ണുനീർ നൽകിയിട്ടുള്ളത് ഹൃദയത്തിൽ ഹല്ലേലൂയ ഒരു മഴവില്ലു വിരിക്കാനാണ്. മഴവില്ല് ദൈവത്തിന്റെ നിയമത്തെ കാണിക്കുന്നതാണ്, അതൊരു ഉടമ്പടിയെ കാണിക്കുന്നതാണ്. നിന്നോടുള്ള ദൈവിക നിയമങ്ങളെ, വാഗ്ദത്തങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കാണും. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാമോ? നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി ചില മഴവില്ലുകൾ, ഉടമ്പടിയുടെ ഹല്ലേലൂയ അടയാളങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. എപ്പോഴും നമുക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയത്തില്ല, എപ്പോഴും നമുക്ക് കരയാനായിട്ട് കഴിയത്തില്ല. ഹൃദയത്തെ തൊടുന്ന വേദന വരുമ്പോൾ മാത്രമേ നമുക്ക് കരയുവാനായിട്ട് കഴിയത്തുള്ളൂ.
ചില മനുഷ്യരുണ്ട് പെട്ടെന്ന് കരയാൻ കഴിയും. എല്ലാവർക്കും എപ്പോഴും പെട്ടെന്ന് കരയാൻ കഴിയത്തില്ല. എന്നാൽ ഹൃദയത്തെ തൊടുന്ന വേദനകൾ വരുമ്പോൾ നാം കരയുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിന്റെ പൈതല്, ദൈവം കരയാൻ നൽകിയിരിക്കുന്ന സമയങ്ങൾ ഏറ്റവും വിലയേറിയതാണെന്നുള്ളത് മനസ്സിലാക്കണം. പലരും കരയാൻ ശ്രമിച്ചിട്ട് കരയാൻ കഴിയുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ സമയങ്ങൾ, ഹല്ലേലൂയ, സാഹചര്യങ്ങൾ, ഒരുപക്ഷെ മരുഭൂമിയുടെ ഇടങ്ങളൊക്കെ ദൈവത്തിന്റെ വലിയ പദ്ധതികളാണെന്നുള്ള തിരിച്ചറിയുവാനിടയാകണം. ഹല്ലേലൂയ, നിന്റെ കണ്ണുനീരിനെ ദൈവം മറികടക്കുകയില്ല. ഹല്ലേലൂയ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതിന് ഒരിക്കലും ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുകയില്ല. ഹല്ലേലൂയ, നമ്മുടെ കണ്ണിനെ എപ്പോഴും നനവുള്ളതാക്കി നിർത്തുകയാണ്. മറ്റുള്ള രോഗാണുക്കളോ പൊടിപടലങ്ങളോ ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് ചെന്നിട്ട് അവിടെ പ്രയാസം ഉണ്ടാക്കാതെ വണ്ണം നമ്മുടെ കണ്ണിനെ സൂക്ഷിപ്പാൻ തക്കവണ്ണം കണ്ണുനീർ ഇടയാക്കുന്നു. അങ്ങനെയെങ്കിൽ ആത്മീയ ദർശനം ഒരിക്കലും നഷ്ടപ്പെടാതെ വണ്ണം, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ പൊടിപടലങ്ങൾ പറ്റി ദർശനം നഷ്ടപ്പെട്ടവരായി തീരാതെ വണ്ണം നിൽക്കാൻ ദൈവം കരയാൻ നൽകിയിട്ടുള്ള നിമിഷങ്ങൾ ഏറ്റവും വിലയേറിയതാണെന്നും നീ നിന്റെ വാഗ്ദത്തങ്ങളെയും ദൈവിക പദ്ധതികളെയും, ഹല്ലേലൂയ, ദൈവം നിനക്ക് നൽകിയിട്ടുള്ള ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും എന്നും ഓർത്തിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ മുഖം നീ എന്നും കാണണമെന്ന് വിചാരിച്ച് ദൈവം നിന്റെ ആത്മീയ കണ്ണിനെ തുറക്കാൻ തക്കവണ്ണം കരയാൻ നൽകിയിട്ടുള്ള ഓരോ നിമിഷങ്ങളും, ഹല്ലേലൂയ, അതിന് ദൈവസനിൽ വേർതിരിച്ചിരുന്ന് കരയുവാനിടയാകട്ടെ. റാബാന ഹസ്താന ദൂര ബറഖാന ദരബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെടാൻ കർത്താവ് തന്റെ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് താൻ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. തന്റെ ഒലിവുമലയിലുള്ള പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാണ്. താൻ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ വീഴുകയാണ്. അത്രമാത്രം വേദനയോടെ താൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറ്റപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണും: നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിക്കുകയാണ്. തന്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. നമ്മുടെ കർത്താവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചു. തന്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. അങ്ങനെയെങ്കിൽ തന്റെ മക്കളാകുന്ന നമുക്ക് പ്രാർത്ഥന എത്രയോ അത്യന്താപേക്ഷിതമാണ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുപോലെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ പ്രാർത്ഥന ഒരു സ്വഭാവമായി മാറട്ടെ. ഹല്ലേലൂയ, പ്രാർത്ഥന ഒരു സ്വഭാവമായി മാറട്ടെ. ഏത് സമയത്തും ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഹല്ലേലൂയ വ്യക്തിത്വമായിട്ട് മാറ്റപ്പെടുവാനിടയാകട്ടെ. പ്രാർത്ഥനയിൽ വിഷയങ്ങളോട് കമാൻഡ് ചെയ്യട്ടെ. വിശ്വാസത്താൽ അധികാരത്തോടെ വിഷയങ്ങളോട് ഇടപെടുവാനിടയാകട്ടെ. അങ്ങനെ ഇടപെടുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാനായിട്ടിടയായിത്തീരും. അപ്പൊ നാം ഇപ്രകാരം പറയുവാനിടയായി തീർന്നു: ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല, എന്നാൽ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആയിത്തീരുമ്പോൾ എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നാം അറിയുന്നു. പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവിനൊന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? അനേക വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് ശുശ്രൂഷയിലായിരിക്കുന്നു. ഞാനൊക്കെ ജനിക്കുന്നതിന് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഇരുപേരൂറാണ് എൻ്റെ സ്വദേശം, കുമ്പനാടിനടുത്ത്. അപ്പോൾ കുമ്പനാടിനടുത്ത് ഒരു സ്ഥലത്ത് വളരെ അർദ്ധരാത്രിയിൽ എൻ്റെ പിതാവ് ബസ് ഇറങ്ങിയിട്ട്, അന്നത്തെ കാലത്ത് നല്ല സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ല, വഴികളൊന്നും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ബസ് ഇറങ്ങി, ഏകദേശം ഒരു 3 മണി നേരത്തെ കണ്ടാണെന്ന് തോന്നുന്നു, പ്രഭാതത്തിൽ ബസ് ഇറങ്ങി ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ വഴി വെച്ചൊരു പാമ്പ് കടിക്കുവാനിടയായിത്തീർന്നു. വിശ്വാസ തീഷ്ണതയിൽ വളരെ ഉറപ്പോടെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഒരു വാക്ക് മാത്രം പാമ്പിനോട് പറഞ്ഞു: പാമ്പേ, നീ എന്നെ കടിച്ചു. പിന്നീട് മൊത്തം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. അവിടെ നിന്ന് നടന്ന വീട് വരെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുവാനിടയായിത്തീർന്നു. ഒരു വിഷപ്പാമ്പാണെങ്കിലും അതിന്റെ പ്രയാസങ്ങളൊന്നും ഉണ്ടാകും. വീട്ടിൽ ചെന്ന്
മാതാവിനോട് ഇത് തന്നെ പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുവാനിടയായിരുന്നു. പിറ്റേ ദിവസം അതേ വഴി തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം കണ്ടു. ഈ പാമ്പ് ആ കടിച്ച സ്ഥാനത്ത് ആ ഒരു മതിലിനോട് ചേർന്ന് അവിടെ ചത്ത് കിടക്കുന്നത് കാണുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ പൈതലെ, ഇതുപോലെ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്യഭാഷയുള്ള പ്രാർത്ഥന, ദൈവസ്ഥനിൽ പോരാടി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ. നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബുദ്ധി അബലമായിരിക്കുന്നു. നിന്നുള്ള ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ഹിതമാരാഞ്ഞ് അതിനുവേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇതുപോലെ യാത്രയുടെ യാമങ്ങൾ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ച് ഉഷസാഗോളം ദൈവസ്ഥനിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ്. ദേശങ്ങളെ കീഴടക്കുവാൻ, രാജ്യങ്ങളുടെ മേൽ അധികാരത്തോടെ അഭിഷേകത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം, ദൈവിക അഭിഷേകത്തിന്റെ കലവറകൾ തുറന്നു തരുവാൻ തക്കവണ്ണം പ്രാർത്ഥന റൂമിൽ ഹാലലൂയ യുദ്ധം ചെയ്യുന്ന ഹാലലൂയ ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ഒരു ഒലിവുമലയുടെ പ്രാർത്ഥനാ റൂം നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ക്രൂശിന്മേൽ ഹാലലൂയ ഒരു ജയമുണ്ട്. നമ്മുടെ കർത്താവ് പറയുവാനിടയായി തീർന്നു. ഹാലലൂയ ഓരോരുത്തരും തനിക്കുള്ളതൊക്കെ വിട്ട് എന്റെ നിനക്ക് ദൈവം നൽകിയിട്ടുള്ള ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ജീവിതത്തിൽ പല ക്രൂശുകൾ കാണാം. ഒരിക്കലും ഒഴിച്ചുകൂടാത്ത രീതിയിൽ വേദന ഉളവാക്കുന്ന ക്രൂശീകരണത്തിന്റെ അനുഭവങ്ങൾ കാണാം. എന്നാൽ അതിനെയൊക്കെ മറികടക്കുവാൻ, അതിനെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതൊരു വിജയമായി തീരുവാൻ തക്കവണ്ണം ഒരു ഒലിവുമലയുടെ അനുഭവം നിനക്കുണ്ടാകട്ടെ. ആരും കാണാതെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. റാബാന ധൂരാബ ശാന്തരാബ. എല്ലാവരും ചേർന്ന് ആത്മാവിൽ ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഹാലലൂയ. നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ശക്തി നിങ്ങളെ സ്പർശിക്കുവാൻ ഇടയാകട്ടെ. യാക്കോബിനെ തൊട്ട അതേ ദൈവശക്തി, യാക്കോബിന്റെ തുടയുടെ തടം തൊട്ട അതേ ദൈവശക്തി നിങ്ങളുടെ മാനസികമായ ഇടങ്ങളെ ഒന്ന് തൊടുവാൻ ഇടയാകട്ടെ. ചില അടയാളങ്ങൾ വെളിപ്പെടട്ടെ. അടയാള സഹിതം ദൈവത്തിന്റെ വചനം വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഹാലലൂയ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാകിയാൽ ഹാലലൂയ ഇന്ന് പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഹാലലൂയ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സ്പർശിക്കുന്ന ദിവസമാണെന്നുള്ളത് മറന്നു പോകരുത്. ഹാലലൂയ, ഹാലലൂയ. യാക്കോബ് പറയുന്നു, ഞാൻ ഒരു വടിയോടുകൂടെ ഈ നദി യോർദാൻ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഹാലലൂയ പല കൂട്ടങ്ങളായി തീർന്നു. എന്നാൽ ഏശാവിനെ ഭയപ്പെട്ട് ഞാനിത് രണ്ടു കൂട്ടമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഹാലലൂയ. താൻ അവിടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ഹാലലൂയ. തന്റെ പിതാവായ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, അതിനു മുമ്പ് യാക്കോബുമായിട്ടുള്ള ലാബാനുമായിട്ടുള്ള വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ താൻ ഇപ്രകാരം പറയുന്നു, ഇസഹാക്കിന്റെ ഭയമായവൻ തനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഹാലലൂയ. നിങ്ങളുടെ കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഹാലലൂയ ഇടപെടിയിലുണ്ടല്ലോ. അനേകരുടെ മേൽ ഭയമായി, നിങ്ങളെ കുറിച്ചുള്ള ഭയമായി വീണ ദൈവത്തിന്റെ ഭയമുണ്ടല്ലോ, ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. ഹാലലൂയ. നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുന്ന ഒരു തലമുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പോരാട്ടം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ മേൽ അദൃശ്യമായി വീഴുന്ന ഹാലലൂയ ഒരു ദൈവിക കരുതലുണ്ട്. അതിനെ ഭയപ്പെടുന്ന അന്ധകാര ശക്തികളാണ് നിങ്ങളോട് പോരാടുന്നുള്ള മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ ഇതെല്ലാം മറന്നുപോയിട്ട് സാമാനങ്ങൾ കൊണ്ട് മനുഷ്യനെ നിരപ്പിപ്പാൻ, മനുഷ്യനെ സമാധാനിപ്പിപ്പാൻ, അവരിൽ നിന്ന് ദയ പ്രാപിപ്പാൻ വേണ്ടി നാം മാനസികമായി ക്രമീകരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഹാലലൂയ, അതിനൊക്കെ ചില താൽക്കാലിക ലാഭങ്ങളുണ്ടെങ്കിലും ദൈവം ചില മണ്ഡലങ്ങൾ, ചില വ്യക്തികളോട് ഇടപെട്ടത് കൊണ്ടും അവരെ തിരിച്ചതുകൊണ്ടുമാണ് നിങ്ങൾക്ക് വേണ്ടി അവർ ഹാലലൂയ ചേർന്ന് സംസാരിച്ചെന്നുള്ള തിരിച്ചറിയുവാനിടയാകട്ടെ. ദൈവത്തിന്റെ കരുതലുകളാണ്. നാം മാനസികമായി തയ്യാറാക്കിയ കാര്യങ്ങളെക്കാൾ അപ്പുറമായി ദൈവം തന്നെ ഇറങ്ങി നമുക്ക് വേണ്ടി പൊരുതിയ വിഷയങ്ങളെ തിരിച്ചറിയുവാനിടയാകട്ടെ. പ്രാർത്ഥനാ റൂമിലേക്ക് കയറാം, മറ്റെല്ലാം മാറ്റിവെക്കാം. ഹാലലൂയ. നമുക്കുള്ള സമ്പത്തും ധനങ്ങളും, നമുക്ക് പ്രശംസിപ്പാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം മാറി നിങ്ങൾ തന്നെ ശേഷിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളും ദൈവവുമായിട്ട് പോരാടുന്ന മണ്ഡലങ്ങളിൽ ഹാലലൂയ, ഹാലലൂയ. യാക്കോബിന് വേണ്ടി ദൈവിക സാന്നിധ്യത്തിൽ നിറങ്ങി വന്ന ദൈവപുരുഷൻ ഇറങ്ങി വന്നതുപോലെ ഹാലലൂയ ആത്മാവിൽ മല്ല് പിടിക്കുവാൻ പ്രാർത്ഥനാ റൂമിൽ കയറിയിരിക്കുന്ന, മുട്ടന്മേലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഹാലലൂയ മല്ല് പിടിക്കുവാൻ തക്കവണ്ണം ഹാലലൂയ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാനിടയാകട്ടെ.
ഓ ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ കഴിയാതെ വണ്ണം പോരാടുന്ന ശത്രുവിന്റെ ശക്തികളുണ്ടെന്നുള്ള തിരിച്ചറിയണം. ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട്, നിങ്ങളുടെ വാഗ്ദത്തത്തിന് നേരെ ശത്രുവായവൻ മാനുഷിക ശക്തികൾ വളരെ ശക്തമായി പടപൊരുന്നുണ്ടെന്ന് തിരിച്ചറിയുവാനിടയായി തീരണം. മാനസികമായ ഇടപെടലുകൾ കൊണ്ടോ കണക്കൂട്ടൽ കൊണ്ടോ നിങ്ങൾക്കതിനെ ജയിപ്പാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളോട് കൂടെ ഇറങ്ങി വന്ന് നിങ്ങളെ ജയിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഓ ഹല്ലേലൂയ, നിങ്ങളുടെ മേൽ മറ്റുള്ളവർക്ക് ഭയം വരത്തക്കോണം ദൈവത്തിന്റെ ഭയം, അതായത് പിതാക്കന്മാരുടെ മേൽ വീണതുപോലെ, ഇസഹാക്കിന്റെ ഭയം എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ വീണ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ ഭയമുണ്ടല്ലോ. അനേകർക്ക് അവരോട് അടുക്കാൻ ഭയമായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ ഭീതി നിങ്ങളുടെ മേൽ ഹല്ലേലൂയ വെളിപ്പെടുവാൻ തക്കവണ്ണം, അത് അനേകർക്ക് മാനസികമായി നിങ്ങളോട് പോരാടുവാൻ ഭയമായി തീരത്തക്കവണ്ണം നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. ചില നിമിഷങ്ങൾ മാത്രം മതി ദൈവത്തിന്റെ കാര്യങ്ങളെ തിരിക്കാൻ. നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം, നിങ്ങളുടെ വാഗ്ദത്തത്തോട് നിങ്ങൾ ഒത്തിരി അകന്നു മാറി, ഇനി ഒരിക്കലും ആ വാഗ്ദത്തങ്ങളിലേക്ക് എനിക്ക് കയറി വരുവാൻ യാതൊരു സാഹചര്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മണ്ഡലമായിരിക്കും. മാനുഷികമായ നിയമങ്ങൾ അതിന്റെ പഴുതുകൾ അടച്ചു, രേഖകൾ എഴുതി നിങ്ങൾക്കെതിരായിട്ട്, നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും ഇനി അതിൽ സ്റ്റെപ്പ് വെച്ച് നിൽക്കാനായിട്ടുള്ള യാതൊരു സാഹചര്യം ഇല്ലാതെ വണ്ണം നിങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്ന അനുഭവമായിരിക്കാം. എന്നാൽ ഒരൊറ്റ ദൈവിക ഇടപെടലുകൾ അവസ്ഥകൾ മാറ്റുവാനിടയാകും. ഒരു ദൈവിക സ്പർശനം കാര്യങ്ങളെ തിരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, മുഴങ്കാലിന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച ദാനിയേലിന് വേണ്ടി ഇറങ്ങിയ ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ. സിംഹത്തിന്റെ വായടച്ച് ഹല്ലേലൂയ രേഖയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ദാനിയേലിന് വിധിച്ചിരിക്കുന്നത് സിംഹങ്ങളുടെ ഗുഹയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിലെ ബാലന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ് കൽപ്പന വെച്ചിരിക്കുന്ന സമയത്ത് റാബാന ഹസ്തന ദൂരാബാബ അതിനു മുമ്പ് ദാനിയേൽ ബിംബത്തെ രാജാവിനോട് പ്രാർത്ഥിക്കാതെ വണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്ന് അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ ഹല്ലേലൂയ, രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാതെ വണ്ണം സത്യദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് പ്രമാണത്തിൽ ഉറച്ചു നിന്ന ഇസ്രായേലിയ ബാലന്മാർക്ക് വേണ്ടി തീയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി, തീയുടെ മണം പോലും ഏശാതെ വണ്ണം അവരെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ കരമുണ്ടല്ലോ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ, സിംഹക്കുഴി നിനക്കൊരു അനുഗ്രഹമായി തീരും. അഗ്നി, ഹല്ലേലൂയ, ഹല്ലേലൂയ, അഗ്നിയിൽ നിന്നെ വലിച്ചെറിഞ്ഞാൽ നീ ഒരു സാക്ഷ്യമായി പുറത്തു വരും. പലർക്കും നീ ഒരു അത്ഭുതമായി മാറുകയാണ്. ഇങ്ങനെയും ദൈവം വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വാദിക്കുമോ എന്ന് നിന്നോട് അനേകർ ചോദിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ഇറങ്ങി വരുവാനിടയായി തീരും. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കരയാമോ? നെടുമ്പാടും വീണെന്ന് ഹല്ലേലൂയ കരയാമോ? വാഗ്ദത്തങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒത്തിരി കൺസേൺ ഉണ്ട്. അഭിഷക്തനെ, നിന്റെ മേൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അനേക ഹല്ലേലൂയ അപ്പോസ്തലന്മാർ കൂടി നിന്നോട് ഇടപെട്ട പൊതുസമൂഹത്തിൽ മധ്യത്തിൽ വെച്ച് നിന്നോട് ഇടപെട്ട വാഗ്ദത്തങ്ങളുടെ മേൽ ദൈവത്തിന്റെ നീതി ഹല്ലേലൂയ വാദിക്കുന്നുണ്ട്. എന്നാൽ നിന്നെ ഒരു പ്രത്യേക പോരാട്ട മണ്ഡലങ്ങളിലേക്ക്, യാബോക്കിന്റെ കടവിൽ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ആരും നിന്നോട് കൂടെ ഇല്ലാതെ വേണം ഒറ്റയ്ക്കാക്കി നിന്നോട് ഇടപെടുവാൻ കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ദൈവിക കരുതലുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തെ മറികടന്നിട്ട് ഈ യാബോക്ക് കടക്കുവാൻ ആഗ്രഹിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. യോർദാനാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു വലിയ തടസ്സങ്ങളാണ് നിൽക്കുന്നത്. മാനുഷിക ശക്തികളാണ്, രേഖകൾ പലതും എഴുതി വെച്ചിരിക്കുന്ന മാനുഷിക ശക്തികളാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ വാഗ്ദത്തം നൽകിയ ദൈവം വിശ്വസ്തനാണെന്നുള്ളത് തിരിച്ചറിയുവാനിടയാകണം. Hallelujah, hallelujah. Ramana Duraba Shandara Daraba Ragaskeria Ragaturiba Artuna Duraba സ്വർഗീയ ഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ അദൃശ്യ മണ്ഡലത്തിൽ ആരും കാണാതെ രേഖകളെ വെട്ടുന്ന ദൈവശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിയണം. ഹല്ലേലൂയ. ശത്രു എത്രമാത്രം നല്ല രീതിയിൽ കലങ്ങൾ ഹല്ലേലൂയ ഒരുക്കി നിന്നെ പുറത്താക്കുവാൻ, നിന്നെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ ഒരൊറ്റ ഇടപെടൽ മതി മാനുഷിക കടക്കൂടലുകളെ തെറ്റിക്കുവാൻ, മനുഷ്യന്റെ ഓർഡറുകളെ തകിടം മറിക്കുവാൻ ദൈവത്തിന്റെ ഒരൊറ്റ ഇടപെടൽ മതി എന്നുള്ളത് മനസ്സിലാക്കുവാനിടയാകട്ടെ. നിന്റെ പ്രാർത്ഥനാ റൂമിനെ അത്രമാത്രം ശത്രു ഭയപ്പെടുന്നു. നീ പ്രാർത്ഥിക്കാൻ ഇരിക്കാതെ വണ്ണം നിന്റെ മനസ്സിൽ ചിന്താഭാരങ്ങളിട്ട്, നിരാശകളിട്ട്, വ്യാകുലതകൾ ഇട്ടിട്ട് നീ പ്രാർത്ഥനാ റൂമിൽ ഇരുന്ന് പോരാടിയ, ദൈവത്തോട്
പോരാടിയാൽ, മല്ല് പിടിച്ചാൽ, ചിലതൊക്കെ നീ പ്രാപിച്ചിട്ട് മടങ്ങി വരും. നിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തെ നീ കാണുമെന്ന് കണ്ടുകൊണ്ട്, ഭാരങ്ങളിട്ട് നിരാശകൾ ഇട്ടുകൊണ്ട്, ചിന്താഭാരങ്ങളിട്ട് നിന്നെ ഓടിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനിടയാകട്ടെ. ഹാലലൂയ, ഹാലലൂയ. കാട്ടുപോത്ത് വളരെ ശക്തിയുള്ള മൃഗമാണ്. അതിന്റെ ഹാലലൂയ കൊമ്പുകൾ കൊണ്ട് സിംഹത്തെ പോലും അതിനെ വെട്ടി വീഴ്ത്തുവാനായിട്ട് ഇടയായിത്തീരും. സിംഹം വളരെ ഉപായരൂപേണയാണ് അതിനെ വീഴ്ത്തുവാനിടയായിത്തീരുന്നത്. നേരിട്ട് വന്ന് ആക്രമിക്കാതെ അവിടെ ഇവിടെയൊക്കെ മറവിടങ്ങൾ പതിയിരുന്നിട്ട് ശബ്ദം വെച്ച് ഭയപ്പെടുത്തിയിട്ട് ഈ കാട്ടുപോത്തിനെ ഇട്ട് ഓടിക്കും. എവിടേക്കാണ് ശബ്ദമെന്ന് തിരിച്ചറിയാതെ വണ്ണം ഓടിച്ചോടിച്ച് അതിനെ തളർത്തിയിട്ടാണ് അതിന്റെ മേൽ വീഴുന്നത്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ കൊമ്പുകൾ റാബാന ദൂരാബ, പ്രാർത്ഥനയും ദൈവവചന ധ്യാനവുമാകുന്ന നിന്റെ കൊമ്പുകൾ ഉയർന്നിരിപ്പാനിടയാകട്ടെ. അത് ഉയർന്നിരിക്കുന്നിടത്തോളം കാലം അവിടെ ഇവിടെ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട. നീ ഉറച്ചു നിൽക്ക്, ഓടിപ്പോകാതെ ഉറച്ചു നിൽക്ക്. ദൈവത്തിന്റെ പ്രവൃത്തി കാണും. നിന്നെ ഓടിപ്പിച്ചിട്ട് ക്ഷീണിപ്പിച്ച് നിന്റെ മേൽ വീഴുവാൻ തക്കോണം പതിയിരിക്കുന്ന ദുഷ്ടശക്തികളെ തിരിച്ചറിഞ്ഞിട്ട് റാബാന ഹസ്താന ദൂരാബ റേൽമറഗസ് കേരിയാബ ശാന്തരാബ പ്രാർത്ഥനയെ ഉറച്ചിരിപ്പാനിടയാകട്ടെ. ദൈവവചനത്തിന്റെ ദൈവീയ വാഗ്ദത്തങ്ങൾ ഉറച്ചു നിൽപ്പാനിടയാകട്ടെ. നിന്റെ മേൽ ദൈവം പകർന്നുള്ള ശക്തി നിന്നോട് പോരാടുന്ന സകല അന്ധകാര ശക്തികളെയും ജയിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയുവാനിടയാകട്ടെ. ഹാലലൂയ, ഹാലലൂയ. റോക്കോ നീ അറഗസ്കാരിയ അറഗസ്തോരിയാബ അർത്ഥന ദുരാബ റഗൽഖാരിയാബോ ശംബ്രാനി അറഗത്താരാബ. ഹാലലൂയ, ഹാലലൂയ. പ്രിയ അഭിഷക്തനെ, നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിന്നിൽ കൂടി ദൈവത്തിന്റെ ആത്മ ഇടപെട്ട അനേക വാഗ്ദത്തങ്ങളുണ്ട്. എന്നാൽ അതിനെയൊക്കെ കാണുവാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. റാബാന ദാരാബ. പ്രാർത്ഥനാ റൂമിന്റെ വാതിൽ അടയ്ക്കരുത്. തിരിച്ചതിലേക്ക് കയറുക. അവിടെ നിന്നോട് ഉടമ്പടി ചെയ്യുവാൻ, നിന്റെ കണ്ണിൽ കൂടി വരുന്ന കണ്ണുനീരിൽ കൂടി നിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ മഴവെല്ലുകൾ വിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. നീ അനേക വർണ്ണങ്ങളുള്ള മനോഹാരിതയെ കാണും. ദൈവീയ വാഗ്ദത്തങ്ങളുടെ മനോഹാരിതയെ കാണുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതെ, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും മാത്രമല്ല, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവവും മാത്രമല്ല, നമ്മുടെ ദൈവം എന്ന് പറയുവാൻ തക്കണം ദൈവം ഇന്നും നമ്മോട് ആ ഉടമ്പടിയിൽ നിൽക്കുകയാണ്. നമ്മുടെ തലമുറകൾ പറയട്ടെ, നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയട്ടെ, എന്റെ പിതാവിന്റെ ദൈവം, ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എന്റെ അപ്പന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എന്റെ പിതാക്കന്മാരുടെ ദൈവം ഇന്നും എന്നോട് ഉടമ്പടി ചെയ്ത് നിൽക്കുകയാണ്. അതിൽ ദൈവം പിന്മാറുകയില്ല. പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ഭാരങ്ങൾ, നിരാശകൾ, വേദനകൾ എത്രമാത്രമായി തീർന്നാലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഹാലലൂയ, അനവധി നാളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾ മറുപടി കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം അതിന്മേൽ പ്രവർത്തിപ്പാനിടയായിത്തീരും. നിങ്ങൾ ഒറ്റപ്പെടുന്ന ഇടങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തെ ഹാലലൂയ തിരസ്കരിച്ച് കളയുവാനിടയാകരുത്. എന്നിട്ട് ആ ദൈവ സാന്നിധ്യത്തെ മറികടന്നിട്ട് യോർദാൻ കടക്കുവാനോ യാബോക്ക് കടക്കുവാനോ നാം ശ്രമിക്കരുത്. അവിടെ നാം അവിടെ നിന്ന് ദൈവസന്നിധിയിൽ പോരാടുവാനിടയാകട്ടെ. പോരാടുമ്പോൾ നിന്റെ പേര് മാറുവാനിടയാ. നീ ഇനി ഉപായി അല്ല, നീ ദൈവത്തിന്റെ പ്രഭുവാണ്, നീ ഇസ്രായേലാണ്, നീ ദൈവത്തിന്റെ പ്രഭുവാണെന്ന് നിന്റെ പേര് മാറ്റുവാനിടയാകും. അതെ, പ്രാർത്ഥനാ റൂം നിന്റെ പേര് മാറ്റുന്നു. കണ്ണുനീരുള്ള പ്രാർത്ഥന നിന്റെ പേര് മാറ്റി എഴുതുന്നു. ദൈവം നിനക്ക് പേരെടുത്തു. സ്വർഗത്തു നിന്നുള്ള പുതിയ നാമം നിന്റെ മേൽ വരുന്നു. ഈ വാഗ്ദത്തം ഒന്ന് ഏറ്റെടുക്കാൻ കഴിയുമോ? അതിനുവേണ്ടി പ്രാർത്ഥനാ റൂമിലേക്ക് ഒന്ന് കയറി ഒന്ന് മുട്ടുമടക്കാമോ? ചിലപ്പോൾ തുടയുടെ തടത്തിലേക്ക് ദൈവിക സ്പർശനം ഉണ്ടായേക്കാം. അത് താൽക്കാലിക വേദനകളായി തീർന്നേക്കാം. അത് എന്നേക്കും ഒരടയാളമായി ദൈവം നിനക്ക് തരുന്ന കൂട്ടത്തിനൊരടയാളമായിട്ട് ഇസ്രായേൽ മക്കൾ ഒരിക്കലും തുടയുടെ തടം തിന്നുമാറില്ല എന്ന് പറയുന്നത് പോലെ, അവിടുത്തെ ഞരമ്പ് തിന്നുമാറില്ല എന്ന് പറയുന്നത് പോലെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രത്യേക വേർതിരിവ് പോലെ ആയിത്തീരുന്ന അടയാളങ്ങൾ ഒരുപക്ഷെ ശരീരത്തിൽ വന്നാലും അതൊരു പക്ഷെ രോഗമായിരിക്കാം. ദൈവം നിങ്ങളെ ശുശ്രൂഷയിലേക്ക് വേർതിരിച്ചെടുക്കുന്ന മണ്ഡലങ്ങൾ, അത് പക്ഷെ ചില ദൈവിക സ്പർശനങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ വരുമ്പോഴുള്ള രോഗങ്ങളായിരിക്കാം, മാനസിക വ്യതകളായിരിക്കാം, ചില വേർപാടുകളായിരിക്കാം. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ദൈവം പേര് മാറ്റി അനുഗ്രഹിപ്പാൻ, അങ്ങനെ അനുഗ്രഹിച്ചിട്ട് അല്ലാതെ ഞാൻ നിന്നെ അങ്ങ് വിടുകയില്ല എന്ന് പറഞ്ഞ് ദൈവസ്ഥലം ഒന്ന് ഇരിക്കുക. അങ്ങനെ ഒന്ന് ഇരിക്കാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതിനുവേണ്ടി ദൈവം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ഓൺലൈൻ കൂട്ടായ്മയെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ. ക്രിസ്തുവിന്റെ അളവില്ലാത്ത സ്നേഹം പകരുവാൻ തക്കവണ്ണം ഗോഡ് ഈസ് ലവ് എന്നീ
ഗ്രൂപ്പിനെ ദൈവം ശക്തീകരിക്കട്ടെ. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന പ്രിയ ഭവനത്തെ സിസ്റ്റർ ഷിജി, ബ്രദർ ഡെന്നിസ്, അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രകാരം ഒരു അവസരം എനിക്ക് നൽകി തന്ന നിങ്ങളോട് എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.